Spoken English ക്ലാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൊക്കാബുലറി ആണ്. അതായത് നമുക്ക് സംസാരിക്കാൻ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ നമുക്ക് എത്ര വാക്കുകൾ വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നമ്മൾ പലപ്പോഴും നിന്നു പോകുന്നു അല്ലെങ്കിൽ സ്റ്റക്ക് ആകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള വൊക്കാബുലറി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 96 മുതൽ 110 വരെയുള്ള ചാപ്റ്ററുകൾ ഞാനൊരു വീഡിയോ പിക്ചർ ഡിക്ഷണറി ചെയ്തായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ഈ വൊക്കാബുലറി സെക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ക്രമത്തിലാണ് ചെയ്യുന്നത്, ABCD ക്രമത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ A ഉപയോഗിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമുള്ള വാക്കുകൾ ഏതൊക്കെയാണ്, B ഉപയോഗിച്ച് അങ്ങനെയാണ്. നമ്മൾ ഏകദേശം 1500 വാക്കുകളാണ് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ സെക്ഷൻസ് ഒക്കെ ഏകദേശം 10 മിനിറ്റ് ഒക്കെ ഉള്ള സെഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പാഠങ്ങൾ കാണും. അപ്പോൾ ഒരു ദിവസത്തെ പാഠം അന്ന് തന്നെ പഠിച്ചു തീർക്കുക. അതായത് ഏകദേശം നിങ്ങൾ ഒരു 10 തവണയിലും കാണുക, എങ്കിലേ നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ഏബിൾ എന്ന് പറഞ്ഞാൽ കഴിവുള്ള, അല്ലെങ്കിൽ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ പറ്റും എന്ന് നമ്മൾ പറയുക. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ഏബിൾ എന്ന് പറയാം. ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ വാചകങ്ങളാണ് പഠിക്കേണ്ടത്. വാക്കുകൾ നമ്മൾ പലപ്പോഴും മറന്നുപോകും. അപ്പോൾ ശ്രദ്ധിക്കുക. ഹി ഈസ് ഏബിൾ ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവന് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് എന്നുള്ള അർത്ഥം. ഓക്കെ, ഐ ആം എൻ ഏബിൾ ടീച്ചർ. ഓക്കെ, ആരെങ്കിലും പറയാണ് ഞാനൊരു നല്ല ടീച്ചറാണ്. എന്നെ പറ്റിയല്ല പറഞ്ഞു, ഞാൻ ഒരാൾ പറയാണ് ഐ ആം എൻ ഏബിൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു കഴിവുള്ള, അതായത് പഠിപ്പിക്കാനുള്ള കഴിവുള്ള ടീച്ചറാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഐ എം ഏബിൾ ടു ഡു ദിസ് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എബൌട്ട് എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏകദേശം അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി പറയുന്നതിന് നമുക്ക് എബൌട്ട് എന്ന് പറയാം. ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതും നമ്മൾക്ക് എന്ത് പറയാവുന്നതാണ്? എബൌട്ട് വെച്ച് പറയാവുന്നതാണ്. നമ്മൾ സമയം പറയുമ്പോൾ എബൌട്ട് 2:30 എന്ന് പറഞ്ഞാൽ ഏകദേശം 2:30 എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, വി സ്പീക്ക് അബൌട്ട് ആനിമൽസ്. ഓക്കെ, നമ്മൾ പിന്നെ ആനിമൽസിനെ, അതായത് മൃഗങ്ങളെ പറ്റി സംസാരിക്കും എന്നാണ്. അപ്പോൾ വി സ്പോക്ക് അബൌട്ട് ആനിമൽസ് എന്ന് പറഞ്ഞാലോ ഞങ്ങൾ പിന്നെ മൃഗങ്ങളെ പറ്റി സംസാരിച്ചായിരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, സ്പീക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. ഓക്കെ, അബൌട്ട് 5 years ago I met him എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം 5 മണിക്കൂർ മുമ്പ് ഞാൻ അവനെ കണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ദിസ് മൂവി ഈസ് എബൌട്ട് ടു ബിഗിൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ അർത്ഥം. അതായത് എബൌട്ട് ടു ബിഗിൻ. ഐ വിൽ ടോക്ക് അബൌട്ട് ലണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ലണ്ടനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തിനെ പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഐ വിൽ ടോക്ക് അബൌട്ട് അവർ ന്യൂ ക്ലാസ്, അല്ലെങ്കിൽ ഐ വിൽ ടോക്ക് അബൌട്ട് അവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. വേറെ വേറെ വാക്കുകളൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും. എബവ് എന്ന് പറഞ്ഞാൽ ഉയരെ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ്. തേക്കടി ഈസ് 10,000 meters above the sea level. ഓക്കെ, അപ്പൊ സീ ലെവൽ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പ്. സമുദ്രത്തിന്റെ ആ നിലയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സമുദ്രനിരപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഉയരെ എന്നുള്ളതാണ്. തേക്കടി ഈസ് 10,000 meters above the sea level എന്ന് പറഞ്ഞാൽ സീ ലെവലിനേക്കാളും 1000 മീറ്റർ മുകളിലാണ്. ഹി പുട്ട് ഹർ ഹാൻഡ്സ് എബവ് ഹർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് അവളുടെ കൈയെടുത്ത് അവളുടെ തലയുടെ മുകളിൽ വെച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഇനി മറ്റൊന്ന് അക്സെപ്റ്റ്, അംഗീകരിക്കുക. ഓക്കെ, അതിന്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? അക്സെപ്റ്റ്, അക്സെപ്റ്റഡ്, അക്സെപ്റ്റഡ്. അപ്പോൾ ഇതിനകത്ത് ഇത് വെർബാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് 3 ഫോംസ് ഉള്ളത്. ശ്രദ്ധിക്കുക. അപ്പൊ വെർബ് വരുമ്പോഴേ ഞാൻ അതിന്റെ 3 ഫോംസും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഐ ഡോണ്ട് അക്സെപ്റ്റ് ദിസ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ ഓഫർ. അപ്പോൾ നമുക്കൊരു ജോലിക്ക് ഒരു ഓഫർ കിട്ടി. അപ്പോഴങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് പറയാം ഞാൻ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നങ്ങനെ പറയുന്ന ഐ ഡോണ്ട് അക്സെപ്റ്റ് ദിസ്. വി ഹാവ് അക്സെപ്റ്റഡ് ദ, ഞങ്ങൾ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഒരു വില പറയാണ്. അപ്പൊ അവർ പറയണം വി ഹാവ് അക്സെപ്റ്റഡ് യുവർ ഓഫർ, അല്ലെങ്കിൽ വി അക്സെപ്റ്റഡ് ദ ഓഫർ. ദ ഓഫർ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഓഫർ നമ്മൾ പറഞ്ഞ എത്രയാണെന്ന് വെച്ചാൽ അത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അടുത്താണ് ആക്സിഡന്റ്. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപകടത്തിന് ആക്സിഡന്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ സംഭവിച്ചത് നമുക്ക് എന്ത് പറയാം? ആക്സിഡന്റ് എന്ന് പറയാം. ഇനി ശ്രദ്ധിക്കുക, ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു അപകടം സംഭവിച്ചു. ഹി ഗോട്ട് ഇഞ്ചേർഡ്
in the accident. എന്ന് പറഞ്ഞാൽ അവന് അപകടത്തിൽ മുറിവുകൾ സംഭവിച്ചു എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോഴും ഈ മുറിവ് സംഭവിച്ചതിന് get injured എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിന്റെ past tense എന്താണ്? got injured. അതിന്റെ V3യും ഏതാണ്? got injured എന്നുള്ളതാണ്. ഇനി accuse എന്ന് പറഞ്ഞാൽ ആരോപണ വിധേയമാക്കുന്നതിന് നമ്മൾ എന്താണ്? accuse. ഓക്കെ, ഡോണ്ട് accuse him, he is innocent എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ അക്യൂസ് ചെയ്യരുത്, അവനെതിരെ ആരോപണം പറയരുത്, അവൻ ഇന്നസെന്റ് ആണ്. ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധനാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കരാണ് കൃത്യമായിട്ടുള്ള വാക്ക്. അപ്പോഴതാണ് ഇന്നസെന്റ്. ഓക്കെ, അപ്പോൾ അക്യൂസിന്റെ 3 ഫോംസ് ഏതാണ്? അക്യൂസ്, അക്യൂസ്ഡ്, അക്യൂസ്ഡ്. ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന് എക്രോസ്. എക്രോസ് എന്ന് പറഞ്ഞാൽ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള സൈഡിൽ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം എക്രോസ്. ഓക്കെ, വി ഹാവ് ഗോട്ട് ഓൺലി 30 minutes ടു ഗെറ്റ് അക്രോസ് ദ ടൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ടൗൺ, ഈ പട്ടണത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്ററ്റത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് 30 മിനിറ്റ് നമ്മുടെ കയ്യിലുള്ളൂ എന്നാണ്. ആക്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നുള്ളതിന് ആക്ട് പറയാം, അതുപോലെ തന്നെ അഭിനയത്തിനും എന്ത് പറയാം എന്നാണ്? ആക്ട് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഐ വിൽ ആക്ട് ഓൺ യുവർ സജഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ സജഷൻ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഷീ ആക്റ്റഡ് ഇൻ സോ മെനി മൂവീസ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിന്റെ V2 എന്ന് പറയുന്നത് ആക്ടർ ആണ്, അതുപോലെ തന്നെ അതിന്റെ V3യും ആക്ടഡ് ആണ്. ഇനി ആക്ടിവിസ്റ്റ്. ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തകനാണ്. അപ്പോഴെങ്ങനത്തെ പ്രവർത്തകനാണ്? അപ്പോഴേ ആക്ടിവിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറയണം. അപ്പോഴെന്ത് ആക്ടിവിസ്റ്റ് ആണ്? അവരെന്തായാലും ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് സാധാരണ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോലീസ് അറസ്റ്റഡ് 4 ആക്ടിവിസ്റ്റ് this morning എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് രാവിലെ പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തു. എങ്ങനെയുള്ളവരെയാണ്? ഈ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രത്യേകം തരത്തിലുള്ള ഇതിനു വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടുഡേ മോർണിംഗ് എന്നല്ല ഞാൻ പറഞ്ഞത്, ദിസ് മോർണിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുക, ടുഡേ മോർണിംഗ് എന്ന് സാധാരണ ഇംഗ്ലീഷിൽ അത്ര പ്രയോഗത്തിലില്ല. എങ്കിലും നമ്മൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന, അതുപോലെ തന്നെ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഇന്ന് വരെ പറഞ്ഞ യെസ്റ്റർഡേ എന്നായിരുന്നു. പക്ഷെ എന്താണ് നമ്മൾ മാറ്റാനുള്ളത്? കാരണം നമ്മൾ കൂടുതൽ എന്താണ് സംസാര ഭാഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം ആക്ടർ എന്ന് പറഞ്ഞാൽ അഭിനേതാവാണ്. ദ ആക്ടർ വോൺ ദ അവാർഡ്. ഓക്കെ, ഈ വൺ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ടർ വൺ ദ അവാർഡ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, WON വൺ എന്നാണ് സാധാരണ പറയുന്നത്. മറ്റൊന്ന് ആഡ് എന്ന് പറഞ്ഞാൽ ചേർക്കുക. ഐ തിങ്ക് യു ഹാവ് ആഡഡ് ലോഡ് ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് തോന്നുന്നത് നീ ഒരുപാട് പഞ്ചസാര ആഡ് ചെയ്തു എന്നാണ്. അപ്പോൾ അതിന്റെ V1 V2 V3 എന്താണ്? ആഡഡ്. ഓക്കെ, ഇനി മറ്റൊന്ന് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭരണം എന്നാണ് അർത്ഥം. ഐ തിങ്ക് ദ കറന്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ദിസ് പ്രോബ്ലം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ഭരണം ഈസ് നോട്ട് ഏബിൾ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവർക്ക് സാധിക്കുന്നില്ല. ഹാൻഡ്ലിംഗ് ദിസ് പ്രോബ്ലം. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രത്യേക ഭരണത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ഉദാഹരണം മാത്രം. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്, അതുപോലെ തന്നെ പ്രവേശിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഹി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവന്റെ മിസ്റ്റേക്ക്, അതായത് തെറ്റ് സമ്മതിച്ചു എന്നാണ്. അതുപോലെ തന്നെ ദേ വേർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇതിന്റെ V1 V2 V3 എന്ന് പറയുന്നത് അഡ്മിറ്റഡ്. ഓക്കെ, അതുപോലെ തന്നെ അഡൽട്ട് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ആൾക്കാണ് അഡൽട്ട് എന്ന് പറയുന്നത്. അത് 18 വയസ്സ് കഴിഞ്ഞവർക്കാണ് നമ്മൾ സാധാരണ അഡൽട്ട് എന്ന് പറയുന്നത്. 16 കഴിഞ്ഞവർക്കും പറയാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ദ മൂവി ടിക്കറ്റ് വാസ് $10 ഫോർ 1 അഡൽട്ട്. ഓക്കെ, അതായത് സിനിമ ടിക്കറ്റ് $10 ആയിരുന്നു ആർക്ക്? ഒരു അഡൽട്ടിന്. അപ്പോഴേ കുട്ടികൾക്കാണെങ്കിൽ കുറവായിരിക്കും. ഇനി അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം. ഓക്കെ, അല്ലെങ്കിൽ സജഷൻ, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? അഡ്വൈസ് എന്ന് പറയാം. അരുൺ അഡ്വൈസ് ഹിം ടു ഗോ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? അരുൺ അഡ്വൈസ് ചെയ്തു എന്ത്? അവനോട് വീട്ടിൽ പൊക്കോളാൻ അഡ്വൈസ് ചെയ്തു, പറഞ്ഞു, അവനെ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ ഈസ് നോട്ട് അഡ്വൈസ്ഡ് അറ്റ് ദിസ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? അപ്പോഴും നമുക്കൊരു അസുഖം ഉണ്ടായി, എപ്പോഴും ഡോക്ടർ പറയാണ്, ചിലപ്പോൾ നമ്മൾ തന്നെ ഡോക്ടറോട് പറയാറില്ലേ ഓനെ ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോഴും ഡോക്ടർ പറയാണ് ഓപ്പറേഷൻ ഈസ് നോട്ട് അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അഡ്വൈസബിൾ അല്ല, അഡ്വൈസ് ചെയ്യുന്നില്ല അറ്റ് ദിസ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നാണ്.
അപ്പോൾ അഡ്വൈസിന്റെ V2 എന്ന് പറഞ്ഞാൽ അഡ്വൈസ്ഡ് ആണ്, V3 അഡ്വൈസ്ഡ് ആണ്. ഇനി അഫക്ട് എന്ന് പറഞ്ഞാൽ ബാധിക്കുക എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, ഐ എം ഷുവർ ദാറ്റ് ദ ലാക്ക് ഓഫ് സ്ലീപ്പ് അഫക്റ്റഡ് ഹിസ് പെർഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഉറപ്പുണ്ട് അവന്റെ ഉറക്കക്കുറവ് അവന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അഫക്റ്റിന്റെ V2 V3 അഫക്റ്റഡ്, അതുപോലെ തന്നെ V3 അഫക്റ്റഡ് ആണ്. ഇനി അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിയുള്ള എന്നുള്ളതാണ് എന്റെ അർത്ഥം. ഐ എം അഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഈ ഉയരത്തിന് പേടിയുണ്ട് എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് അല്ലെങ്കിൽ പുറകെ എന്നുള്ളതാണ്. ഐ വിൽ ഗോ ആഫ്റ്റർ യു എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്റെ പുറകെ ഞാൻ പൊക്കോളാം എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, ഐ വിൽ കം ആഫ്റ്റർ 1 hour എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാം എന്നാണ് പറയുന്നത്. ഐ വിൽ കം ആഫ്റ്റർ 1 hour. ഓക്കെ, ഇനിയിപ്പോൾ സാധാരണ ക്യൂവിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരാളുണ്ട്, അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് പറയാം ആഫ്റ്റർ യു. ആഫ്റ്റർ യു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുറകിൽ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മര്യാദയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി എയുടെ ബാക്കിയുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും ഭാഗം പഠിച്ചിരിക്കുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.